നിർത്തിയിട്ടില്ല, കുറച്ചിട്ടുണ്ട്. ശരി, ശ്രീ സജിമോൻ ആന്റണി, ഇതിൽ മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത് വന്ന ആ വിഷയമാണ്. അടുത്ത ഘട്ടത്തിൽ അമേരിക്ക ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. അങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്ക് അമേരിക്ക പോകുമോ? മഞ്ജുഷേ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞ പാനലിസ്റ്റിനോട് ചിലരോട് എനിക്ക് വിയോജിക്കേണ്ടിയിരിക്കുന്നു. നത്തിങ് പേഴ്സണൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, ആദ്യം വിയോജിക്കേണ്ടത് മീഡിയയോടാണ്. കാരണം ഇവിടെ ഈ യുദ്ധത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി പരത്തിയത് സോഷ്യൽ മീഡിയയാണ്. അതിനകത്ത് ഓടിക്കോ അത് 2 മണിക്കൂർ കൊണ്ട് ലോകം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ക്യാപ്ഷനകത്ത് ഭയങ്കരമായിട്ട് പരിഭ്രാന്തി പരത്തിയത് മീഡിയ ആണ് എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഞാൻ. രണ്ടാമത് എനിക്ക് ശവപ്രസാദ് പറഞ്ഞതിനോട് വിയോജിക്കണം. കാരണം ഈ LPGയുടെ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഓരോ രാജ്യങ്ങൾക്കും ഇത് റിസർവ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. അത് ഇന്ത്യക്ക് 20 ദിവസമാണെങ്കിൽ ചൈനയ്ക്കും ജപ്പാനും അമേരിക്കയ്ക്കും ഒക്കെ 2 മാസം 3 മാസം ഉള്ളത് അതൊരു ഫാക്ട് ആണ്. ഇനി അത് ഇല്ല എങ്കിൽ അത് രണ്ടാമത്തേത് അതിന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് ഗവൺമെന്റ് ആ ഒരു ലൈനിലേക്ക് ചില സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്ത് സ്റ്റോറേജിന്റെ ഫെസിലിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമാണ്. മൂന്നാമത്തെ പറയാനുള്ളത്, ഈ 2 ഷിപ്പ് വന്നു എന്ന് നമ്മൾ പറയുന്നു. 28 ഷിപ്പ് അവിടെ ബ്ലോക്കായി കിടക്കുമ്പോൾ 2 എണ്ണം വന്നു എന്നങ്ങ് കരുതുക. ഞാൻ ഹൈപ്പോത്തറ്റിക്കലി അപ്പൊ നമ്മൾ അതിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ധനക്ഷാമം അല്ലെങ്കിൽ ഒരു LPG ക്രൈസിസ് അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദർ ഈസ് എ ക്രൈസിസ്. അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ദോസ് ആർ ദ മാത്തമാറ്റിക്കൽ നമ്പേഴ്സ്. 28 എണ്ണം ബ്ലോക്കായി കിടക്കുമ്പോൾ 2 എണ്ണം വരുന്നത് ആശ്വാസജനകമാണ്. എന്നാൽ ഇസ് ഇറ്റ് ഇനഫ്? നോ. മാത്തമാറ്റിക്സ് അറിയാവുന്ന 6 വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ABCD പഠിക്കുന്ന ആൾക്കാർ. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതുള്ളത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു പരിഭ്രാന്തിയെക്കാളും കൂടുതൽ പരിഭ്രാന്തി വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണം. എനിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ നാട്ടിൽ ഇരുന്നിട്ട് ചില ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ്: സിലിണ്ടറിന്റെ ക്ഷാമം അവിടെ ഉണ്ട്. ചില ചെറുകിട ഹോട്ടലുകളൊക്കെ ഓൾറെഡി അടച്ചു. അപ്പൊ അത് ഇപ്പൊ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് ഞാൻ പറയത്തില്ല. മേ ബി പ്ലാനിങ്ങിന്റെ ആയിരിക്കും. ഇത് ഒരു ക്രൈസിസ് ആണ്. അത് ക്രൈസിസ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വരും. അതിനകത്ത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടല്ല ട്രംപ് പോയി അമേരിക്ക പോയി അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം വന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് വെൻ വി അസസിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ പ്രോബ്ലം ദെയർ. അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രൈസ് കൂടുന്നുണ്ട്. ഗ്യാസിനും പെട്രോളിനും വില കൂടുന്നുണ്ട്. 60-70 സെന്റോളം വില കൂടി. അപ്പൊ അങ്ങനെയുള്ള ഇമ്പാക്ട് ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതും റിയാലിറ്റിയാണ്. അപ്പൊ അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല. ദീസ് ആർ ഓൾ നമ്പേഴ്സ്. ഇനി ഇത് പറഞ്ഞുകൊണ്ടിട്ട് മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു എനർജി വാറിനകത്ത് ഇപ്പൊ 2 വേർഡുകളാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ഒന്ന് കാർഗിൽ ഐലൻഡ്, രണ്ടാമത്തേത് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. അപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമുസും ഒരു ഓപ്പോസിറ്റ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിനകത്ത് കാർഗിൽ ഐലൻഡിനെ കയറി പിടിക്കുന്നത്. എന്നാൽ ഏത് ആക്ഷനും ന്യൂട്ടന്റെ ലോ പറഞ്ഞു കൊടുക്കുക ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക തന്നെ ഈ ഒരു സ്ട്രാറ്റജിക്കും ഒരു ഓപ്പോസിറ്റ് ഈക്വൽ റിയാക്ഷൻ വന്നേക്കാം. അതാണ് മഞ്ജുഷ പറഞ്ഞത്. ഇറാന് അങ്ങനെ ഒരു കേപ്പബിലിറ്റി വെച്ച് അമേരിക്കൻ അസറ്റ്സ് അല്ലെങ്കിൽ പെട്രോളിയം അസറ്റ്സുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതിനും വലിയൊരു ഗുരുതരമായ ഒരു സിറ്റുവേഷനിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റിനകത്ത് എനിക്ക് ബ്രിഗേഡിയർ സാറിനോട് വിയോജിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ യുദ്ധം ജയിച്ചിട്ടില്ല. ഇറാൻ ഡെസിമേറ്റഡ് ആയി. വേറെ യുദ്ധം കറക്റ്റ് ആണ് റോങ് ആണെന്നല്ല നമ്മൾ തർക്കിക്കുന്നത്. ആരാണ് എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പം. പക്ഷെ അത് അമേരിക്ക ജയിച്ചു ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണല്ലോ. അമേരിക്ക ജയിച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. യുദ്ധം ഞങ്ങൾ തീർക്കുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നു. അല്ല, തീർച്ചയായിട്ടും അതെ. അതിനകത്ത് പറയുന്നത് മാത്രമേ എന്താണ് ഫാക്ട്. ഒരു രാത്രി കൊണ്ട് 50-ലധികം ലീഡേഴ്സിനെ ഒറ്റയടിക്ക് കളയുന്നത് ഒന്ന്. രണ്ടാമത്തേത് ഇറാന്റെ എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി നാമാവശേഷമായി പോകുന്നത്. അവിടെ ആർക്ക് വേണമെങ്കിലും കൊണ്ട് ഒരു ചെറിയ ബോംബോ വലിയ ബോംബോ കൊണ്ട് ഇടാവുന്ന സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നു. നേവൽ കപ്പാസിറ്റി 80-90 അധികം നേവൽ കപ്പാസിറ്റി ഷിപ്പുകൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇറാൻ അല്ല ജയിച്ചിരിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ആരാ ജയിച്ചിരിക്കുന്നത് നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇടവിട്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇറാൻ. മഞ്ജുഷോട് എന്നാൽ ഈ യുദ്ധം ഇത് കരയിലേക്ക് വരികയാണെങ്കിൽ വേറൊരു സിനറി ആയേക്കാം എന്ന് നമുക്ക് ആയേക്കാം. അതിനകത്ത് ആര് ജയിക്കും തോക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഫാക്ടുകൾ ഒന്നും കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും അമേരിക്ക ഈ പറഞ്ഞ ക്രൗൺ ജുവലായി ഇറാന്റെ കവർ ജുവലായി കാർഗിൽ ഐലൻഡ് അറ്റാക്ക് ചെയ്യുന്ന ഒരു സിനറിയോ വരികയും അതിന് കൗണ്ടറായിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന് ഇറാന് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട് എന്നാണ് എനിക്ക്. അവർ ഓൾ ഔട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ സജിമോൻ. ഒന്നും നോക്കാതെ
അവരുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ശേഷി വെച്ച് അവരെന്തും ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. മഞ്ജുഷ, ശരിയാണ്. 1000 എണ്ണം ഇവിടെ നിന്ന് വരുമ്പോൾ 1-2 എണ്ണം അങ്ങോട്ട് പോകുന്നത്. അവരിപ്പം ഒരു രാത്രിയിൽ അല്ലെ ഏത് ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 100-200 മിസൈലുകൾ അവിടെ ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. അത് ലോകത്തിന് ആകമാനം പ്രശ്നമാവുകയാണല്ലോ. കാരണം ഈ എണ്ണ വിപണിയെയാണ് ഇത് മുഴുവനും ബാധിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ സക്സസ് റേറ്റ് ആയിരിക്കും ഇനി എണ്ണപ്പാട ശേഖരങ്ങളിലേക്ക് ഇറാൻ ഇവിടുന്ന് മിസൈൽ വിട്ട് കഴിഞ്ഞാലും അതിന്റെ സക്സസ് റേറ്റ് ഈ പറഞ്ഞ 1% 2%. എന്താണ് വിയോജിപ്പുള്ളത്? Yeah, Mr. Sajimon, I think I can understand because you are sitting there at US and because of that, you think like that only. There's no problem into it. But what I mean to say, you just forget about the Ukraine. റഷ്യ ആദ്യം വിചാരിച്ചു നേരെ അവിടെ ചെന്നിട്ട് ബോംബാർഡ്മെന്റ് നടത്തിയാൽ പെട്ടെന്ന് തന്നെ അവർ റിബലായിട്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് യുക്രൈൻ കീഴടക്കാമെന്ന് 2022 തുടങ്ങിയതാ ഇവിടെ വേർ വി ആർ സ്റ്റാൻഡിങ്. അതുപോലെ തന്നെ എക്സാക്ട്ലി US പ്ലാൻ ചെയ്തു ഇസ്രയേലും കൂടി ഇറാനിലോട്ട് ചെന്ന് ലീഡേഴ്സിനെ ടോപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ആൾക്കാരെല്ലാവരും കൂടി ഒന്നിച്ചു വന്ന് റെജീം ചേഞ്ച് ചെയ്ത് സക്സസ് ആക്കാമെന്നായിരുന്നു യുഎസ്എയുടെ പ്ലാൻ. ദാറ്റ് പ്ലാൻ ഹാസ് ടോട്ടലി ഗോൺ. Then who is the failure? The US failed. Then who attacked the aggressor? The US and Israel. They succeeded? No. Then who is the winner? Iran. Then again, they are inviting openly, saying that come on, if you got guts, nerve, come on land warfare, come directly. US is not ready. Then who is the winner? Iran. But US always got a comparison between Iraq and Iran. I'm always keep on saying, Iraq alla Iran. Iraq എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡാണ്. ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട്. ഗോഡ് ഗിഫ്റ്റഡ് ലാൻഡ്. അവിടെ സ്ട്രാറ്റജി അങ്ങനെയാണ്. അവരുടെ എല്ലാവിധ ആയുധങ്ങളും എല്ലാം വളരെ സേഫ് ആയിട്ട് ഹൈഡ് ഔട്ടുകളിലാണ്. അതിന്റെ ഒരു ടാക്ടിക്കൽ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഓൾവേസ് അവർക്കുണ്ട്. പിന്നെ രണ്ടാമത് ഒരു ഒറ്റ കാര്യം കൂടി ഉണ്ട്. വാട്ട് യു സെഡ് earlier was exactly right. ഈ വാർ വിതൗട്ട് ദ പെർമിഷൻ കൺസെന്റ് ഓഫ് US കോൺഗ്രസ്, ഇന്റർനാഷണൽ ലോ അനുസരിച്ചിട്ടുള്ള യുദ്ധമല്ല ഇതൊരു ടോട്ടൽ വൺ സൈഡഡ് എന്ന് പറഞ്ഞ ഒരു അഗ്രൈസർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇൻഹ്യൂമൻ വേ ഓഫ് attacking a country and tarnishing it. It is the policy of the US. What? വീക്ക് ആയിട്ടുള്ള കൺട്രിയെ ശരിക്കും സപ്രസ് ചെയ്യുക, ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, അതിനൊരു പോളിസി ഇല്ലായിരുന്നു. അപ്പോൾ again you say, I'll say that Iran the winner, US is gone back. ശരി സജിമോൻ ഈ വാർ കണ്ടിന്യൂ ചെയ്താൽ again ഹോർമസ് ഒന്നും അവർക്ക് കിട്ടില്ല ഒരു കാരണവശാലും. ഹോർമസിൽ കൂടി ഒരു എസ്കോർട്ട് ചെയ്ത ഒരു ഷിപ്പ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല യുഎസിന്. കാരണം അതുപോലെയുള്ള സിസ്റ്റമാണ്. China is the main player there. China is indirectly or directly supporting, and they are utilizing the satellite support of China, satellite support of even Russia. One more thing. ശരി സജിമോൻ പറയട്ടെ. സജിമോൻ എയർക്രാഫ്റ്റ് കാരിയർ with all due respect, അദ്ദേഹം പറഞ്ഞ certain പോയിന്റിലേക്ക് ഞാൻ യോജിക്കുന്നു, certain പോയിന്റിലേക്ക് still I disagree. കാര്യം ഇതാണ്, റഷ്യയും യുക്രൈനിലുള്ള യുദ്ധം താങ്കൾ പറഞ്ഞ പോയിന്റ് തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. ഇറാഖ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ യുദ്ധം താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ്. I have no disagreement with that. But as we speak now, who is winning the war? America and Israel is winning the war. Whether war is correct or not, whether I agree or you agree, that's a different thing. Who is winning as we speak is American and Israel, and through സംശയമില്ല. ഒന്ന്, നമ്പർ 1. ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് മുന്നിലേക്ക് പോകുമ്പോൾ കരയുദ്ധത്തിലേക്ക് വന്നാൽ who is going to win it? That's a separate question and such a separate answer. അവിടെയാണ് എനിക്ക് താങ്കളോട് ഉള്ള ഒരു ഡിസഗ്രിമെന്റ് ഉള്ളത്. ഇനി ഒന്നാമത് അതോട് പറയുമ്പോൾ ചെയ്യുന്നതാണ് സക്സസ് ഓഫ് വാർ എന്ന് പറയുന്നത്. ഇറാന്റെ ലീഡർഷിപ്പിനെ ഡെസിമേറ്റ് ചെയ്തു. Brigadier sir, let me complete and you respond. Yeah, please. Okay. So മൂന്ന് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന്, ഇറാന്റെ ലീഡർഷിപ്പിന്റെ ഡിക്കാപ്പിറ്റേറ്റ് ചെയ്യുക. അത് ഓൾറെഡി ചെയ്തു അമേരിക്ക, ഇസ്രായേൽ, റൈറ്റ്. രണ്ടാമത്തേത് അവരുടെ ഈ പറഞ്ഞ മിസൈലുകളും കാര്യങ്ങളും നശിപ്പിക്കുന്നത്, അതും അച്ചീവ് ചെയ്തു. മൂന്നാമത്തേത്, ഈ ക്രൈസിസ് എനർജിയുടെ വന്നാലും അമേരിക്കയെ ഡയറക്റ്റ് എന്തുമാത്രം ബാധിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ 10% പോലും ബാധിക്കുന്നില്ല. നമ്മൾ ഇന്ത്യയെ 100%, 90% ബാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ പാകിസ്ഥാൻ അല്ലെ ചൈനയെ ബാധിക്കുന്നുണ്ടെങ്കിൽ, കാരണം അമേരിക്ക അവിടെ നിന്നുള്ള ഒരു എനർജിയെ ഡിപ്പെൻഡ് അല്ല എന്നുള്ള ഒരു ഫാക്ട് ആണ്. എന്നാൽ പ്രൈസ് റൈസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇമ്പാക്ട് അമേരിക്കയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു
കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ് ഓഫ് തിങ്സ് ഉണ്ട്. പിന്നെ അമേരിക്കയുടെ ഒരു വാറിന്റെ ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നില്ല ഇവർ അവിടെ ലോങ് ടൈം നിന്ന് 3 മാസം അല്ലെങ്കിൽ ഒരു അടുത്ത അഫ്ഗാനിസ്ഥാൻ അല്ല അടുത്ത ഇറാഖ് ആയിട്ട് ഇതിനെ മാറ്റണം എന്നുള്ള ഒരു താല്പര്യത്തിലല്ല അമേരിക്കയുടെ വന്നിരിക്കുന്നത്. ഇനി ഇത് കറക്റ്റ് ഇറാന് നമ്മൾ ഒരു പരിധി വരുമ്പോൾ ഇന്ത്യയുമായിട്ട് പറയുമ്പോൾ ഓക്കെ നല്ല രാജ്യമാണെന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ പോലും ഒരു ഫാക്ട് ഉണ്ട്. കഴിഞ്ഞ 200 വർഷമായിട്ട് ഇറാൻ ഒരിക്കലും ആരെയും പോയി ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല, ഒരു ഫാക്ട് ആണ്. എന്നാൽ അവർ ഡയറക്റ്റ് ആയിട്ടില്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹൂതീസിന്, ഹമാസിന്, പോക്സികളെ വെച്ചുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ ഷാഹു പ്രസാദ്, താങ്കൾ ഏത് നിലപാടിനൊപ്പമാണ്? സജിമോന്റെ കൂടെയാണോ അതോ ശ്രീ മോഹനപിള്ള പറഞ്ഞ കാര്യത്തോടാണോ യോജിക്കുന്നത്? ഷാബു. ഹലോ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ സജിമോൻ പറഞ്ഞതിനോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത്. കാരണം എന്താ വെച്ചാല് അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മൾ യുദ്ധം തുടങ്ങിയ സമയത്ത് 12 ദിവസം മുമ്പ് ഇറാൻ ലോഞ്ച് ചെയ്തിരുന്ന മിസൈലുകളുടെ എണ്ണം, അവരുടെ ഡ്രോൺ അറ്റാക്കുകളുടെ എണ്ണം ഏതാണ്ട് 90% കുറഞ്ഞു. ഇപ്പൊ എന്തുകൊണ്ടാണ്? ഒന്ന്, അവരുടെ സ്റ്റോക്ക് പൈല് കുറയുന്നു. 2, അവരുടെ ഈ ആമിനേഷൻ സെന്ററുകളെ, ഇവരുടെ ഭൂഗർഭ ഈ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നു. ഈ 2 കാരണം കൊണ്ടാണ് ഇറാന്റെ ആ ആയുധശേഷി കുറഞ്ഞത്, ആക്രമണശേഷി കുറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടോപ്പോഗ്രഫി ഉണ്ട്. ഇറാന്റെ ജോഗ്രഫി വളരെ ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഹൈറ്റ്സിലൊക്കെ ഇപ്പോഴും ഇറാൻ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഹോർമസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ മോഹനപിള്ള സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പക്ഷെ പ്രതീക്ഷിച്ചിരിക്കും. കാര്യം ഈ എയർ അറ്റാക്കിൽ കൂടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി റെജീം ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു കണക്ക് കൂട്ടൽ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകും. ആ കണക്ക് കൂട്ടലുകൾ ചിലപ്പോൾ പിഴച്ചിട്ടുമുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ അമേരിക്കൻസ് ഇവരെ അയച്ചിരിക്കുന്നു, മറൈൻസിനെ അയച്ചിരിക്കുന്നു, അവർ കരയുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന ഒരു സൂചനകൾ ഇപ്പോൾ വരുന്നത്. കരയുദ്ധം ഇല്ലാതെ തന്നെ അവിടെ ഒരു റെജീം ചേഞ്ച് സാധ്യമാകും എന്ന ഇവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടാകും. അതിന് സാധ്യത. ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സജിമോൻ ആന്റണി, ശ്രീ മോഹനപിള്ള, ശ്രീ സിബി സത്രി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: LPG ക്ഷാമം ഒഴിവാക്കാൻ കേന്ദ്രം നടപടി എടുക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 55% പ്രേക്ഷകർ, ഇല്ല എന്ന് 42%. വേണ്ടിപ്പറ്റി അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.